ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയും കടലയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായും സ്നാക്സായും ഡിന്നറായും ഒക്കെ വെറുതെയും കഴിക്കാം. അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം. അപ്പോൾ നിങ്ങൾ ചിലർക്കെങ്കിലും ഈ ഒരു റെസിപ്പി അറിയായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഇത് നമ്മൾ പണ്ട് തൊട്ടേ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന നാടൻ രീതിയിലുള്ള ഒരു വിഭവമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണണം. ആദ്യം തന്നെ നമ്മൾ കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കപ്പയ്ക്ക് എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ആദ്യം വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഊറ്റിക്കളയുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് കപ്പ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് തിളച്ച് കിട്ടേ വേണ്ടൂ. അപ്പോൾ ഇത് തിളപ്പിച്ച് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് കപ്പ നമ്മൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി ഏകദേശം ഒരു 5 മണിക്കൂർ കുതിർത്ത് വെച്ച കടലയാണ്. ഇത് ഏകദേശം ഒരു 1.5 കപ്പ് വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു കിഴങ്ങ് നമ്മൾ വേവിച്ചെടുത്തിട്ടില്ല. ഇനി ഈ കിഴങ്ങും കടലയും ഒരുമിച്ച് കുക്കറിലേക്ക് ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. കൂടിയ തീയിൽ 1 വിസിലും കുറഞ്ഞ തീയിൽ 2 വിസിലും കൊണ്ട് നമുക്ക് ഈ കപ്പയും കടലയും വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ കുക്കർ വിസിലൊക്കെ അടിച്ച് പ്രഷറൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കപ്പയും കടലയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചിരകിയ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തേങ്ങയും ജീരകവും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിത് ചതച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു ലൂസിലിരിക്കണം കറി, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് കൊടുത്ത അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഈ ഒരു ലൂസിലാണ് ഇരിക്കുന്നത്. കപ്പയും കടലയും ചേർത്തതായതുകൊണ്ട് തന്നെ ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി കട്ടിയാകും. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാനായിട്ട് നമ്മൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കൈപ്പിടി തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കിതെല്ലാം കൂടി ഈ ഒരു കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നാടൻ രീതിയിലുള്ള കപ്പയും കടലയും റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന കപ്പയും കടലയും നമ്മളൊരു പാത്രത്തിലേക്ക് വിളമ്പിയിട്ടുണ്ട്. എനിക്കിത് സാധാരണയായിട്ട് വെറുതെ കഴിക്കാനാണ് ഇഷ്ടം, വേറെ ഇതിൻ്റെങ്കിലും കൂടെയൊക്കെ കൂട്ടി കഴിക്കുന്നതിനേക്കാളും. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.